നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ബെസ്റ്റ് പുരസ്കാരം ഇത്തവണ സമ്മാനിച്ചത് ഒസ്മാൻ ഡെംബെലയ്ക്കാണല്ലോ. ഓരോ രാജ്യത്തെയും ക്യാപ്റ്റനും അവിടുത്തെ കോച്ചിനും അവിടെ നിന്ന് ഒരു ജേർണലിസ്റ്റിനും വോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആരാണ് വോട്ട് ചെയ്തത്, ആർക്കൊക്കെയാണ് വോട്ട് കൊടുത്തത്, നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഫിഫ ഒഫീഷ്യലായിട്ട് അതിൻ്റെ കണക്കുകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യൻ ക്യാപ്റ്റനായിട്ട് വോട്ട് രേഖപ്പെടുത്തിയത് ഗുർപ്രീത് സിംഗ് സന്ധുവാണ്. ഗുർപ്രീതിൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് അദ്ദേഹം കൊടുത്തത് ഒസ്മാൻ ഡെംബെലയ്ക്കാണ്. സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് അദ്ദേഹം കൊടുത്തത് റാഫിഞ്ഞയ്ക്കാണെങ്കിൽ തേർഡ് പ്രിഫറൻസ് വോട്ട് ഗുർപ്രീത് കൊടുത്തത് ലാമിനെ യമാലിനായിരുന്നു. അതാണ് ഇന്ത്യയുടെ വോട്ടുകൾ, ക്യാപ്റ്റൻ്റെ വോട്ടുകൾ. ഇനി ഇന്ത്യയുടെ കോച്ചായിട്ട് ഖാലിദ് ജമീലാണല്ലോ. ഖാലിദ് ജമീലിൻ്റെ വോട്ടുകൾ ആർക്കൊക്കെയാണ്? ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് അദ്ദേഹം കൊടുത്തത് ഒസ്മാൻ ഡെംബെലയ്ക്ക്, സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് അദ്ദേഹം കൊടുത്തത് റാഫിഞ്ഞയ്ക്ക്, തേർഡ് പ്രിഫറൻസ് വോട്ട് അദ്ദേഹം കൊടുത്തത് ന്യൂനോ മെൻഡസിന്. അപ്പോൾ അതാണ് ഒരു വ്യത്യാസം, സന്ധുവുമായിട്ടുള്ള വ്യത്യാസം അതാണ്. ഇനി ഇന്ത്യയിൽ നിന്ന് ജേർണലിസ്റ്റായിട്ട് മീഡിയ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് പതിവ് പോലെ ദിമൻ സർക്കാരാണ്. ദിമൻ സർക്കാർ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് കൊടുത്തത് ഒസ്മാൻ ഡെംബെലയ്ക്കാണ്. ദെൻ അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് കൊടുത്തത് റാഫിഞ്ഞയ്ക്കായിരുന്നു. തേർഡ് പ്രിഫറൻസ് വോട്ട് കൊടുത്തത് ന്യൂനോ മെൻഡസിനാണ്. ഇതാണ് ഫിഫ ബെസ്റ്റിലെ ഇന്ത്യയുടെ വോട്ടുകൾ. എല്ലാവരും ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് ഒസ്മാൻ ഡെംബെലയ്ക്ക് കൊടുത്തു. ഒസ്മാൻ ഡെംബെലെ തന്നെ ഇത്തവണ ഫിഫ ബെസ്റ്റ് പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്തു. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.